രാജ്ഭവനിലെ മാസിക പ്രകാശന ചടങ്ങിലും വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രി. ത്രൈമാസികയായ രാജഹംസത്തിലെ ലേഖനം തള്ളിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സംസ്ഥാന കേന്ദ്ര ബന്ധത്തെക്കുറിച്ചുള്ള ലേഖനം സർക്കാരിന്റെ നയമല്ല. വിരുദ്ധ നിലപാടുകൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല. വിരുദ്ധ അഭിപ്രായങ്ങളെ കഴുത്തു ഞെരിച്ചു കൊല്ലാതെ അനുവദിക്കണം എന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി. സർക്കാരിൻ്റേതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നുവെന്ന് വരാം. ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജഹംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ 200 എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല. മുഖ്യമന്ത്രിക്ക് അനന്ത ശയനത്തിന്റെ ശില്പം ഗവർണർ സമ്മാനിച്ചു. വേദിയിൽ പിണറായി വിജയനും രാജേന്ദ്ര അലേക്കറും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ക്ഷണമുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസുമായുള്ള മുറുമുറുപ്പുകൾക്കിടെ ശശി തരൂരും സദസ്സിൽ ഉണ്ടായിരുന്നു. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, പ്രധാനമായും ഈ ഭാരതാംബ ചിത്രത്തിൽ നിന്ന് ചിത്രം വയ്ക്കും എന്ന് പറയുന്ന ഒരു കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു രാജ്ഭവൻ ഉണ്ടായിരുന്നത്, ഗവർണർ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അവർ പിന്നോട്ടു പോയി എന്നുള്ളത് തന്നെ ഒരു സംസ്ഥാനവും രാജ്ഭവനും തമ്മിലുള്ള, ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുക്കത്തിൻ്റെ ലക്ഷണമായി നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം അവിടെ നടന്ന പരിപാടിയിൽ അവിടെയാണെങ്കിലും ഈ രാജഹംസത്തിലെ ലേഖനത്തെ മുഖ്യമന്ത്രി വിമർശിക്കുന്നു. അതിനോടും വളരെ സഹൃദയത്തോടെ ക്ഷമയോടുകൂടിയുള്ള ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന്. മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്ന് മയപ്പെട്ടു വരുന്നു, മഞ്ഞുരുകുന്നു എന്ന് തന്നെ വേണ്ടേ വിലയിരുത്താൻ? ലക്ഷ്മി, സർക്കാരും ഗവർണറും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ മഞ്ഞുരുകുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇപ്പോൾ സർവകലാശാല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. അത്തരം നയപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാടാണ് ഗവർണറും സർക്കാരും സ്വീകരിക്കുന്നത്. അതേസമയം ഒരു അനുനയത്തിൻ്റെ ഭാഷ അത് രാജ്ഭവൻ സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടത് ഉള്ളതുകൊണ്ട് രാജ്ഭവൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം നിലപാടുകളിൽ ഒരു മാറ്റവുമില്ലാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു. ഇന്ന് പ്രകാശനം ചെയ്ത രാജഹംസ് എന്ന് പറയുന്ന ഇൻഹൗസ് മാഗസീനിലെ ഒരു ജേണലിലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിലെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ 200-ാം ആർട്ടിക്കിളിലെ ഈ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരങ്ങൾ സംബന്ധിച്ച് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിലെ വിയോജിപ്പാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ രാജ്ഭവന്റെ ഔദ്യോഗിക മാഗസീനിൽ വന്നതുകൊണ്ട് അത് സർക്കാരിൻ്റെ നിലപാടായി മാറുന്നില്ല. അതേസമയം ഇത്തരം വിരുദ്ധാഭിപ്രായങ്ങൾ പറയണോ വേണ്ടയോ, അതിനെ കഴുത്ത് ചരിച്ച് കൊല്ലണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അതിനെ പറയാനുള്ള അനുവാദം നൽകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും അതിന് ഗവർണർ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് വേറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഈ മറ്റ് വിയോജനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം യോജിക്കേണ്ട ഇടങ്ങളിൽ യോജിക്കാനുള്ള എല്ലാ ഒരു നീക്കത്തിലുമാണ് സർക്കാരും ഗവർണറും നിലവിലുള്ളത്. VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.